hydro electric power station takes its water from a lake whose water level is at a height of 50 meter above the turbine. Assuming overall efficiency of 40%, calculate the mass of water which must flow through the turbine each second to produce power output of 1 megawatt. Okay. Gravity 10 centimeter or 10 meter per second square. Okay. അപ്പോൾ ഇവിടെ ഹൈഡ്രോ ഇലക്ട്രിക്, ഇവിടെ ശ്രദ്ധിക്കണേ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഡാമിൻ്റെ ടർബൈൻ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഈ വൈദ്യുതി ഉണ്ടാക്കുന്നതെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഡാമിൻ്റെ ടർബൈൻ്റെ അവിടെ നിന്ന് ഒരു 50 മീറ്റർ ഹൈറ്റിലാണ് ഡാമിൻ്റെ ആ ഗേറ്റ് ഇരിക്കുന്നത്. ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ 50 മീറ്റർ ഹൈറ്റിലോട്ടാണ് വെള്ളം വീഴുന്നത്. അങ്ങനെ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. അപ്പം ആ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പം 1 മെഗാവാട്ട് ഓവറോൾ എഫിഷ്യൻസി ഓഫ് 40% കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് വാട്ടർ ടു പ്രൊഡ്യൂസ്. അതായത് 1 മെഗാവാട്ട് പവർ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി എത്ര മാസ് ഓഫ് വാട്ടർ ആ ടർബൈൻ്റെ മണ്ടയ്ക്ക് വീഴണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൊത്തം അതിൻ്റെ എഫിഷ്യൻസി എത്രയായിരിക്കും? 40% എഫിഷ്യൻസി ഉള്ളൂ. മനസ്സിലായോ? അതായത് ആ ടർബൈനാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ടർബൈൻ്റെ എഫിഷ്യൻസി എത്രയേ ഉള്ളൂ? 40% ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആദ്യം കണ്ടുപിടിക്കുന്നത് എന്താണെന്ന് അറിയുമോ? ഇവിടെ ആദ്യം കണ്ടുപിടിക്കേണ്ടത് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി എന്താ? പൊട്ടൻഷ്യൽ എനർജി അല്ലേ ഇവിടെ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ശരിയല്ലേ? ആണോ? അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാം വർക്ക് ഡൺ ഇല്ലേ, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എന്താ? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു സിമ്പിളായിട്ട് പറയാം എന്താ? പൊട്ടൻഷ്യൽ എനർജിയാണ് ആണോ? അപ്പം നമുക്ക് സിമ്പിളായിട്ട് പറയാം വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു എന്താ? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു mgh ആണ്. ആണോ? mgh അല്ലേ? ഓക്കെ, mgh ആണോ? ആണ്. പക്ഷേ ഇവിടെ യൂസ്ഫുൾ ആയിട്ടുള്ള വർക്ക് എത്രയായിരിക്കും? 40% എഫിഷ്യൻസി ഉള്ളൂ. അപ്പോൾ ഈ വർക്ക് ഡൺ എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം യൂസ്ഫുൾ വർക്ക് ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതേണ്ടി വരും? യൂസ്ഫുൾ വർക്ക് ഈസ് ഈക്വൽ ടു 40% ഓഫ് എന്താണ്? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയേണ്ടി വരും ഇല്ലേ? ശരിയല്ലേ? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയേണ്ടി വരും. കാരണം അവിടെ 40% എഫിഷ്യൻസി ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം 40% എന്ന് പറയുമ്പോൾ 40/100 ഇൻറ്റു എത്രയാണ്? mgh ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിംപ്ലി 40/100 ഇൻറ്റു മാസാണ് കണ്ടുപിടിക്കുന്നത്. മാസ് ഇൻറ്റു ഗ്രാവിറ്റി എത്രയാണ്? 10 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 50 മീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആണല്ലോ. ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ 2 കിട്ടി. ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 20 കിട്ടി. 20 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 200 m ആണ് ശരിക്കും പറഞ്ഞാൽ എന്താ അവിടുത്തെ യൂസ്ഫുൾ എന്താണ്? വർക്ക്. മനസ്സിലായി? 200 ഇൻറ്റു എന്താ? 200 ഇൻറ്റു മാസ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? നമുക്ക് കണ്ടുപിടിക്കുന്നത് ഈ മാസാണ് കണ്ടുപിടിക്കേണ്ടത്. പവർ തന്നിട്ടുണ്ട്. നമുക്കറിയാം പവർ ഈസ് ഈക്വൽ ടു എന്താ? പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ തന്നിരിക്കുന്നത് എന്തോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ തോക്കിനകത്ത് റെഡി വെക്കാം. ഇവിടെ നോക്കിയോ, അതായത് ഇവിടെ പവർ ഓൾറെഡി അവർ എത്ര തന്നിട്ടുണ്ട്? അതായത് 1 മെഗാവാട്ട് എന്ന് തന്നിട്ടുണ്ട്. അതൊന്ന് ആലോചിച്ച് നോക്കണം. പവർ 1 മെഗാവാട്ട് ആണെങ്കിൽ അതിനെ നമുക്ക് 10⁶ വാട്ട്സ് എന്ന് എഴുതാം കേട്ടോ. നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ 10⁶ ഈസ് ഈക്വൽ ടു വർക്ക്. ഇപ്പോൾ എത്ര നമുക്ക് കിട്ടിയത്? 200 ഇൻറ്റു മാസ്. അതെത്രയാണെന്നറിയോ? ടൈം ഓൾറെഡി ഇവിടെ വരുന്നതാണ്. ടൈം ഓൾറെഡി അതിനകത്ത് കാൽക്കുലേറ്ററാണ്. എന്താണെന്നറിയോ? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അസ്യൂമിങ് ഓവറോൾ എഫിഷ്യൻസി ഓഫ് 40%, കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് വാട്ടർ വിച്ച് മസ്റ്റ് ബി ഫ്ലോയിങ് ത്രൂ ടർബൈൻ ഈച്ച് സെക്കൻഡ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അതായത് 200 ഇൻറ്റു മാസ് ഓഫ് വാട്ടർ ഫ്ലോയിങ്
each second. ഇനി ഇവിടുന്ന് എന്ത് ചെയ്താൽ മതി? മാസ് ഓഫ് വാട്ടർ ഫ്ലോയിങ് ഈച്ച് സെക്കൻഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 10⁶ ഡിവൈഡഡ് ബൈ എത്ര? 200 ഈസിക്കൽ എത്രയാ? മാസ് ഓഫ് വാട്ടർ ഫ്ലോയിങ് ത്രൂ ടർബൈൻ ഈച്ച് സെക്കൻഡ്. അപ്പോൾ എത്ര വരും? 10⁶ എന്ന് പറയുമ്പോഴത്തേക്കും 1 2 3 4 5 6 ഡിവൈഡ് ബൈ എത്ര? 200 ഈസിക്കൽ 200 ആണ്. 200 ഈസിക്കൽ എത്രയാ? മാസ് എന്ന് വരും. മാസ് ഓഫ് വാട്ടർ എന്ന് വരും. ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 2 0 കട്ട് ചെയ്ത് കളഞ്ഞു. ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 10,000 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോഴത്തേക്കും 5000 ആണ്. അതായത് 500 എത്രയാണ് ആൻസർ? 500 കിലോ 5000 കിലോഗ്രാം ആയിരിക്കും അതിൻ്റെ മാസ്. ഇതാണോ സനയ്ക്ക് കിട്ടിയത്? സന ഇങ്ങനെയാണോ ചെയ്തേ? No, sir.